എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഹുമസ്. അത് കടയിൽ പോയി മേടിക്കണമെങ്കിൽ ഭയങ്കര പൈസയാണ്. എന്നാൽ വീട്ടിൽ വളരെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇത് കുബൂസിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചാർക്കോളിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ഒരു ഐറ്റമാണ്. നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ ഒരു കപ്പ് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. ഇത് പുഴുങ്ങി കൊണ്ടുവന്നതാണ്. 8 മണിക്കൂർ കടല വെള്ളത്തിൽ കുതിർന്നിടുക. കുതിർന്ന് കഴിയുമ്പോൾ നിങ്ങൾ കുക്കറിൽ ഇതിനെ വേവിച്ചെടുക്കുക. അങ്ങനെ കൊണ്ടുവന്ന വെള്ളക്കടലയാണ്. അങ്ങനെ വേവിച്ചെടുക്കുന്ന വെള്ളക്കടലയുടെ തൊലി കളഞ്ഞെടുക്കണേ. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്യാനിലുള്ള വെള്ളക്കടലയാണ്. ക്യാനിലെ വെള്ളക്കടല ഉപയോഗിക്കുകയാണെങ്കിൽ അതിലെ തൊലി കളയേണ്ട ആവശ്യമില്ല. ഞാനിതാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിവിടെ വേണ്ടത് 1/2 കപ്പ് വെള്ള എള്ളാണ്. ആ വെള്ള എള്ളി ഞാൻ വറുത്തും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതൊത്തിരി കരിഞ്ഞു പോകരുത്. വെള്ള എള്ള ഒരു ഫ്രൈ പാനിലിട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു കളറാകുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. ഇത് കരിഞ്ഞു പോകരുത്, ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഇട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ഇട്ട് നല്ലതായിട്ട് തണുത്ത് വന്ന് കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് ഇതിനെ അരച്ചെടുത്തപ്പം ഈ രീതിയിലാണ് അരിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കിതിനെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത് നല്ല ലൂസായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ചെറിയൊരു നാരങ്ങ പിഴിഞ്ഞെടുത്തതാണ്, അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. നല്ലതായിട്ട് ഇത് അരിഞ്ഞ് കിട്ടത്തില്ല, ഈ രീതിയിലാണ് അരിഞ്ഞ് കിട്ടുന്നത്. എന്നിട്ട് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് ഐസ് ക്യൂബാണ്. ഞാൻ ഇവിടെ 5 ഐസ് ക്യൂബ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ക്യാനിലെ കടല എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഓൾറെഡി ഇതിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടില്ലേ, നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇത് ഞാൻ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒലിവ് ഓയിലും ശകലം മുളക് പൊടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതും കുറച്ച് കടലയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റാണിത്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കും. ഇത് നല്ല ഹെൽത്തി അല്ലേ, വെള്ളക്കടലയും അതുപോലെ വെള്ള എള്ളൊക്കെ നമ്മൾ കഴിക്കാമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി നല്ല ഹെൽത്തിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.